ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോയാലോ? അപ്പോൾ എൻ്റെ കൂടെ അമ്മയും കുഞ്ഞുമണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് കല്യാണത്തിന് വന്നത്. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇത് ഞാൻ ഫോട്ടോഷൂട്ടിനൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ഈ കുഞ്ഞുമണി ഇവിടെ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ പേര് ബിസ്മി എന്നാണ്. പിന്നെ അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വേറൊരു കൂട്ടുകാരി, ഇവളുടെ പേര് സൂര്യ എന്നാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. മുഹൂർത്തം വരുന്നത് 12:10-നും 12:30-ക്കും ഇടയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പെണ്ണൊന്നും മണ്ഡപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് നല്ല രീതിക്ക് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കല്യാണത്തിന് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് MLTക്ക് പഠിച്ചതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി ഏജ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ നന്ദനയും ശരത്തും എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഞങ്ങൾ ബാക്കിലായിരുന്നു. അപ്പം ഞാൻ മാക്സിമം വീഡിയോസൊക്കെ എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താലി കെട്ടുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാരൊക്കെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഫോട്ടോ എടുക്കാനോ നേരെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പുടവെടുക്കൽ ചടങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് മാറ്റാനുള്ള സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, താലിയിട്ടൊക്കെ കഴിഞ്ഞ് അവരുടെ ഫോട്ടോ സെക്ഷൻ നടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. കഴിക്കാൻ എത്തിയപാടെ കുഞ്ഞുമണിയുടെ കൈ പപ്പടത്തിലേക്ക് ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ കുഞ്ഞുമണി ഇവിടെ ഇരുന്ന് പപ്പടവും ചിപ്സൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ചോറ് വരുന്നിട വരെ നമ്മുടെ പരിപാടി ഇതായിരുന്നു. അതിലും അങ്ങനെ ആണല്ലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നിർബന്ധം. അങ്ങനെ നമുക്കുള്ള ചോറ് എത്തി കേട്ടോ. ആദ്യത്തെ റൗണ്ട് ഇതിൻ്റെ ചോറും പരിപ്പൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ റൗണ്ട് ചോറും സാമ്പാറും ഒക്കെ എത്തിയിട്ടോ. പിന്നെ ഇഞ്ചി അച്ചാറ്, മാങ്ങ അച്ചാറ്, അതേ കണക്കന്നെ പച്ചടി, അങ്ങനെ ഒരുപാട് കറികളുണ്ടായിരുന്നേ. പിന്നെ അതിനുശേഷം ആദ്യത്തെ പായസം എത്തിയിട്ടോ. ആദ്യത്തെ പായസം അടപ്രഥമനായിരുന്നേ. അപ്പോൾ എനിക്കിങ്ങനെ പായസത്തിനകത്ത് പപ്പടം ഇട്ട് കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് പായസം എത്തിയിട്ടോ. രണ്ടാമത്തെ റൗണ്ട് നമുക്ക് ബ്രഹ്മസലി പായസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പെണ്ണിനെ ചെറുക്കനെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പെണ്ണിനെ ചെറുക്കനെയൊക്കെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വെയിലൊക്കെ തന്നിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. സെൽഫ് ലവ് അത് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങിട്ടോ. ഇതാണ് ഫ്രണ്ടിൻ്റെ മോൻ, അതെന്നാണ് കേട്ടോ പേര്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവൻ ടാറ്റയൊക്കെ പറയാണ്. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിന്നിട്ടും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാതിരുന്ന് കാണുന്നേക്കല്ലേ. ബിസ്മീനെ കൊണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിസ്മി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അവളും പോയി. കുഞ്ഞുമണിക്ക് നല്ല രീതിക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഉറങ്ങുന്നുള്ള അവസ്ഥയിലാണ്. പുറത്ത് എന്തൊരു വെയിലാണല്ലേ. പിന്നെ കുറച്ച് നേരം അങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് കുഞ്ഞുമണി അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ലോഗ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ